ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു പാഠം പറയട്ടെ. നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ട് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തില്ലേ, പലതരത്തിലുള്ള പ്രതിസന്ധികൾ അതിൻ്റെ പുറകെ നമ്മുടെ കൂടെ വരും കേട്ടോ. അത് വ്യക്തികളുടെ രൂപത്തിലാവാം, സാഹചര്യങ്ങളുടെ രൂപത്തിലാവാം. നമ്മൾ ചിലപ്പോൾ എടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് അത് തെറ്റായി പോകുന്നത് കൊണ്ടും ആകാം. ആ സമയങ്ങളിലൊക്കെ വലിയ തകർച്ചകൾ ഉണ്ടാവും, നമുക്ക് വലിയ തളർച്ചകൾ ഉണ്ടാവും. മൈൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ അപ്പുറം നമ്മളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളെ ശരീരം വീക്കാവും, വലിയ പടുക്കുഴിയിൽ പോയി ചാടുന്നൊരവസ്ഥ ഉണ്ടാവും. സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ മോശം പറയുന്ന സാഹചര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഈ ലൈഫ് എന്ന് പറയുന്ന സംഭവം തന്നെ ഇനി വേണ്ട, എന്നെക്കൊണ്ട് ഇനി ഒന്നിനും പറ്റൂല, ഇനി ഞാനൊന്നും ചെയ്യാനില്ല, ഞാൻ തകർന്നു പോയി തരിപ്പണമായി പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ആലോചിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. എന്നാൽ ഇതിനെങ്ങാനും നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിന്ന്, ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊന്ന് കരകയറാൻ ഒന്ന് മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്നെ കൊണ്ട് ഈ ഉണ്ടായിപ്പോയ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ പറ്റുമെന്ന്, ഈ ഉണ്ടായിപ്പോയ നഷ്ടങ്ങളെ എല്ലാം നികത്താൻ പറ്റുമെന്ന്, എന്നെ കുറ്റം പറഞ്ഞവരെയും എന്നെ മോശം പറഞ്ഞവരെ കൊണ്ട് തന്നെ എന്നെക്കുറിച്ച് നല്ലത് പറയിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കൊരു വിശ്വാസം, നിങ്ങളെ തലച്ചോറ് ചിന്തിക്കുന്ന പോലെ മനസ്സ് ചിന്തിക്കാതിരിക്കുന്നിടത്ത് അതിനങ്ങനെ ചിന്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിക്കഴിഞ്ഞാലുണ്ടല്ലോ, പിന്നെ ഒരിക്കലും ഒരാൾക്കും നിങ്ങളെ തളർത്താൻ പറ്റില്ല, തകർക്കാൻ പറ്റില്ല. പ്രതിസന്ധികൾ ഉണ്ടാകും. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നും ആലോചിച്ച് മുന്നിട്ടിറങ്ങിയവനാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാവും. എന്തെങ്കിലും നേടിയവരെല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് നേടിയിട്ടുള്ളത്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ട് തന്നെയാണ് നേടിയിട്ടുള്ളത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണേ. നിങ്ങൾക്ക് അർഹിച്ചതാണോ എങ്കിൽ എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അത് നിങ്ങളെ കയ്യിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. ഇനി എങ്ങാനും നിങ്ങൾക്കത് അർഹിച്ചതല്ലേ, കയ്യെത്തും ദൂരത്തുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടൂല. കുറ്റം പറയുന്നവരും മോശം പറയുന്നവരും നിങ്ങളെ തള്ളി പറയുന്നവരും അങ്ങോട്ട് മാറിയിരിക്കട്ടെ. നിങ്ങളെ പ്രതിസന്ധി ഘട്ടത്തിലെ, നിങ്ങളെ പ്രയാസ ഘട്ടത്തിലെ, നിങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കൈ തന്ന ആരാ കൂടെ നിൽക്കുന്നേ, അവരെ കൂട്ടിപ്പിടിച്ചോ, അവരെ കൂടെ നിർത്തിക്കോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരെ കൂടെ കൂട്ടുന്നതിന് പകരം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെ കൂടെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചോ. ദൈവം എല്ലാ കാലത്തും ഒരാളെ പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കൂല കേട്ടോ. ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ആ ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും. ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചോ. ഇതെൻ്റെ അനുഭവമാണ്. ഇത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയല്ലേ?